വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, കൊറോണയുടെ മഹാമാരി നമ്മളെല്ലാവരെയും വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നു. അതേസമയം തന്നെ പന്തക്കുസ്തായ്ക്കു വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങി പ്രാർത്ഥിക്കുന്നു. ഈ വചനം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ ആ വചനം വലിയൊരു അഭിഷേകമായി മാറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനം നല്ല സുന്ദരമായ വചനമാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 17-18 തിരുവചനം. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്നെടുത്ത് വായിച്ച് പഠിക്കുന്നത് നല്ലതാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 17-18 തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നല്ല സുന്ദരമായ വചനം, അഭിഷേകം നിറഞ്ഞ വചനം. ഈ വചനത്തിൻ്റെ ശക്തി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, അനുദിന ജീവിത വഴികളിൽ ആത്മീയ ബലത്തോടെ തിന്മയ്ക്കെതിരെ പോരാടുവാൻ കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അതിജീവനത്തിൻ്റെ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാ പത്രോസ് ലീഹ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കേട്ടത്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്തയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വചനമാണത്. ഈ പന്തക്കുസ്ത ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അനുഭവവേദ്യമാകും എന്നുള്ള വളരെ മർമ്മപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. കാരണം ചുരുക്കം ചിലരെങ്കിലുമൊക്കെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ചോദിച്ചൊരു ചോദ്യം, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യം, ഈ പന്തക്കുസ്ത ഇതിനു മുമ്പൊന്നും ഇല്ലായിരുന്നോ? ഇതെവിടുന്നാ ഇപ്പം പൊട്ടി മുളച്ചത്? പല തിരുനാളുകളും കേട്ടിട്ടുണ്ട്, പന്തക്കുസ്ത കേട്ടിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെയാണ് ഒരു പക്ഷേ ഈ പന്തക്കുസ്തയ്ക്ക് നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ അല്പം കൂടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ഒരു വലിയ സമ്മാനമാണ്. പ്രത്യേകിച്ച് അനേക വൈദികരിലൂടെയും ശുശ്രൂഷകരിലൂടെയും ഒക്കെ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പന്തക്കുസ്തായും ഒക്കെ അറിയുവാൻ നമുക്കിടവന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ശുശ്രൂഷ മുഴുവൻ പങ്കെടുക്കണം. കാരണം ഒരു മർമ്മപ്രധാനമായ ഒരു പന്തക്കുസ്ത രഹസ്യം നമ്മൾ പങ്കുവയ്ക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് പങ്കുവയ്ക്കുമ്പോൾ കേരളത്തിൽ ഈ അടുത്ത നാളുകളിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യത്തോട് ബന്ധപ്പെടുത്തിയാണ് നമ്മളത് ചിന്തിക്കുന്നത്. അതേതാണെന്നറിയാവോ? മദ്യനിരോധനം. അപ്പോൾ ചിലരുടെയെങ്കിലും നെറ്റിചുളിയും മദ്യവുമായിട്ട് പരിശുദ്ധാത്മാവിന് എന്തു ബന്ധം? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, ലോക്ക്ഡൗൺ വന്നപ്പോൾ എല്ലാ കടകളും അടച്ച കൂട്ടത്തിൽ ഏത് കടയും അടച്ചു? മദ്യഷാപ്പുകളും അടച്ചു. അവ ഭയങ്കരമായ ചർച്ചകൾ വന്നു. മദ്യഷാപ്പുകൾ അടച്ചു കഴിഞ്ഞാൽ ഇനി എന്തു ചെയ്യും? മദ്യപാനികൾ എങ്ങനെ ജീവിക്കും? ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? കുറേ ചോദ്യങ്ങൾ, കുറേ ഉത്തരങ്ങളുമായി നമ്മൾ ലോക്ക്ഡൗണിൻ്റെ ആദ്യ നാളുകളിൽ കണ്ടു. അപ്പോൾ ഈ മദ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ആത്മീയ അർത്ഥത്തിൽ, ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്, സാമൂഹികമായ ഈ പ്രശ്നത്തിന് ആത്മീയ അർത്ഥത്തിൽ ചില കാര്യങ്ങൾ പന്തക്കുസ്തയോട് ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അനേകരുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്, മദ്യനിരോധനവും പന്തക്കുസ്തയുമായിട്ട് എന്ത് ബന്ധം? അതാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ യാത്രയിൽ ഇതാ നമ്മൾ എത്തി നിൽക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. എന്താണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം? നമുക്കൊക്കെ പരിചിതമായ സംഭവം ഏതാണ്? കാനായിലെ വിവാഹ വിരുന്ന്. ആ വീട്ടിൽ എന്ത് സംഭവിച്ചു? ആ വീട്ടിൽ വിളമ്പിക്കൊണ്ടിരുന്ന
വീഞ്ഞ് മദ്യം തീർന്നുപോയി. അപ്പം ആ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായ ആ വീഞ്ഞ് തീർന്നുപോയി. അപ്പം ആ വീട്ടുകാർക്ക് വലിയൊരു നാണക്കേട് സംഭവിക്കാൻ പോകുന്നു. അവിടെ ആരുണ്ട്? യേശുവുണ്ട്, മറിയമുണ്ട്. ഒരു പക്ഷേ ഈ കാനായിലെ വിവാഹ വിരുന്ന് എന്നുള്ള വചനഭാഗം പല തരത്തിൽ പല രൂപത്തിലും ഭാവത്തിലും വ്യാഖ്യാനിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പലരും പറയാറുണ്ട് യേശു നല്ല ഒന്നാന്തരം വാറ്റുകാരനായിരുന്നു. അതിനെക്കുറിച്ചാണ് ആ വചനം പറയുന്നതെന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് യേശു നല്ല ഒന്നാന്തര സാധനം ഉണ്ടാക്കി കൊടുത്തു, അതുകൊണ്ട് മദ്യം നിർത്തണമെന്നൊന്നും പറയരുത്, നല്ല സാധനം കുടിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയാവൂ എന്നൊക്കെ ചിലരൊക്കെ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നതും കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കാനായിലെ വിവാഹ വിരുന്നിൽ സംഭവിച്ച അത്ഭുതം എന്താണ്? കാനായിലെ വിവാഹ വിരുന്നിൻ്റെ സംഭവത്തിലൂടെ ദൈവജനത്തോട് എന്താണ് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നത്? മദ്യം നല്ലതാണെന്നോ മദ്യം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നോ യേശുവിനെ ഒരു വാറ്റുകാരനായി ചിത്രീകരിക്കണമോ എന്നല്ല യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ അത് പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് യോഹന്നാൻ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ നൽകുന്നത്? പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ യേശു ആ കുടുംബത്തിൽ ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് ഒരു അടയാളമാണ്. എന്താണ്? അടയാളമാണ്. അത്ഭുതങ്ങൾ അത്ഭുതങ്ങളായി അവസാനിക്കാനല്ല, മറിച്ച് അതൊരു അടയാളമാണ്. അടയാളം മറ്റെന്തിനോ സൂചിപ്പിക്കുന്നു, മറ്റൊരു കാര്യത്തെ സൂചിപ്പിക്കുന്നു. ഇത് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ എന്താണ് ഈ അടയാളം അറിയണമല്ലോ. അത് അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണെന്നറിയാവോ? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് സംഭവം. പന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ വായിക്കുമ്പോൾ പന്തക്കുസ്തയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്ത ദിനത്തിൽ സംഭവിച്ച കാര്യം, പത്രോസിൻ്റെയും കൂട്ടാളികളുടെയും മേൽ എന്തു വന്നു? പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അതോടുകൂടി അവർ ധൈര്യശാലികളായി അവർ വചനം പ്രസംഗിച്ചു. പത്രോസിൻ്റെ പ്രസംഗം അവിടെ നിന്ന് അനേകർ അവരവരുടെ ഭാഷകളിൽ കേട്ടു. കാരണം പന്തക്കുസ്ത ദിനത്തിൽ ഒത്തിരിയേറെ ദൈവജനം അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. പല നാട്ടിൽ നിന്നുള്ള പല ഭാഷ സംസാരിക്കുന്ന പല രൂപത്തിലും ഭാവത്തിലുമുള്ളവർ. എന്നാൽ വചനം പറയുന്നത് അവരവരുടെ ഭാഷകളിൽ അവർ ആ വചനം കേട്ടു എന്ന് മാത്രമല്ല, ഈ പത്രോസിൻ്റെയും കൂട്ടാളികളുടെ പ്രസംഗം കേട്ടിട്ട് അവിടെ നിന്ന് യഹൂദന്മാർക്ക് ഒന്നും മനസ്സിലാവണില്ല. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശ്രദ്ധിച്ചോണം, നമ്മുടെ ചിന്ത നഷ്ടപ്പെട്ടു പോകരുത്. ശ്രദ്ധിച്ചോണം. പത്രോസിനോട് അവിടെ നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 12-13 തിരുവചനം. ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പത്രോസിനെയും കൂട്ടാളികളെയും കുറിച്ചുള്ള ഒരു ആരോപണം, ഇവർ ലഹരി പിടിച്ചവരാണ്. എങ്ങനെ? പുതുവീഞ്ഞ് കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുന്നു. ഇതാര് കേട്ടു? പത്രോസ് കേട്ടു. ഇത് അടുത്ത വചനം ശ്രദ്ധിച്ചോണം, 14 മുതലുള്ള വചനം. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ പത്രോസ് ആ കേട്ട കാര്യത്തിന് മറുപടി കൊടുക്കാൻ പോവാണ്. എന്താണ് കേട്ട കാര്യം? ഇവർ മദ്യപിച്ച് ലക്ക് കെട്ടവരാണ്, ഇവർ ലഹരി പിടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടല്ലേ ഇവർ പരസ്പര ബന്ധമൊന്നുമില്ലാതെ പലതും പറയുന്നത്, പലതും ചെയ്യുന്നത്. ആ കേട്ടവരെ സംബന്ധിച്ചിടത്തോളം, അത് കണ്ടവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ പത്രോസ് അതിന് കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാ പത്രോസ് പറയുകയാണ്, 15-ാം തിരുവചനം: നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. പത്രോസ് പറയുകയാണ്, ദേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പറയുന്നത് പോലെ
ഞങ്ങളുണ്ടല്ലോ ലഹരി പിടിച്ചവരല്ല. എന്നിട്ട് അടുത്ത വചനം, മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ഏതാണത്? ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹ പഴയ നിയമത്തിലെ ജോയേൽ പ്രവാചകൻ്റെ വചനത്തിനെ കൂട്ടിന് പിടിച്ചുകൊണ്ട് ശക്തമായിട്ട് പ്രസംഗിക്കുകയാണ്. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-29 വചനം. ആ വചനം കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ്ലീഹ പറയുകയാണ്, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളുണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലഹരി പിടിച്ചവരല്ല, വീഞ്ഞു കുടിച്ചിട്ട് ലഹരി പിടിച്ചവരല്ല. പക്ഷെ ഒരു കാര്യം, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ലഹരി ഉണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കടയിൽ നിന്ന് വാങ്ങിയ സാധനമല്ല ഞങ്ങളുടെ ഉള്ളിലുള്ളത്, മറിച്ച് മറ്റൊരു ലഹരി ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതേത് ലഹരിയാണെന്ന് പത്രോസ്ലീഹ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു. ഏതാ ലഹരി? ജോയേൽ പ്രവാചകൻ പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിനെ ഇതാ പത്രോസ്ലീഹ അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ലഹരിയായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് തിരിച്ചു വന്നാലോ? യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, കാനായിലെ വിവാഹ വിരുന്നിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, വീഞ്ഞ് ലഹരിയാണ്, അത് ആ കുടുംബത്തിന് കൊടുത്തുവെന്ന് പറയുമ്പോൾ, ഒരു കുടുംബജീവിതം വിവാഹത്തിൻ്റെ ദിനത്തിൽ ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിലേക്ക് യേശു നൽകിയത് എന്താണ്? ഒരു ലഹരിയാണ്. ഏത് ലഹരി? പരിശുദ്ധാത്മാവാകുന്ന ലഹരി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ലഹരിക്ക് കൃത്യമായ ഒരു അർത്ഥം വിശുദ്ധ ഗ്രന്ഥം നൽകുകയാണ്. ആത്മീയമായി മനസ്സിലാക്കുമ്പോൾ ലഹരി എന്നുള്ളത്, സ്പിരിറ്റ് എന്നുള്ളത് എന്താണ്? ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണെന്ന് വചനം കൃത്യം വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി, പത്രോസ്ലീഹ പറഞ്ഞു തിരിക്കുന്ന ഈ ലഹരിയാണ് ഒരു കുടുംബത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് യേശു നൽകിയത്. കാലം മുന്നോട്ട് നീങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ആൾത്താരുടെ മുമ്പിൽ ഒരു സ്ത്രീയും പുരുഷനും കരങ്ങൾ ചേർത്ത് പിടിച്ച് ഇന്നു മുതൽ മരണം വരെ, അങ്ങനെയല്ലേ, സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അവരിലേക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ ലഹരിയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിച്ച് ചേർക്കുന്നത്. അവർ രണ്ടുപേരും മാത്രമല്ല, ഈ മൂന്നാമത്തെ പരിശുദ്ധാത്മ ശക്തിയാണ് അവരെ നയിക്കുന്നത്. ശ്രദ്ധിച്ചു കൊള്ളണം, ഈ പരിശുദ്ധാത്മ ശക്തി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിത വഴികൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അവർ എന്താകും? പച്ചവെള്ളാവും. നിങ്ങൾ ശ്രദ്ധിച്ചേ, വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കം കലഹമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട ലഹരി വീണ്ടും പച്ചവെള്ളമായി തുടങ്ങി. ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ ലഹരിയിലാണ്. ഏത് ലഹരി? പരിശുദ്ധാത്മാവാകുന്ന ലഹരിയിലാണ് നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ നിലനിൽപ്പ്. ഇത് കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല, കൂദാശകൾ സ്വീകരിക്കുമ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞുകൊള്ളണം. ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു വൈദികൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് ഏതിലാ? ലഹരിയിലാണ്. ഏത് ലഹരി? പരിശുദ്ധാത്മാവാകുന്ന ലഹരി. ജീവിതത്തിൽ ഏതൊക്കെ വഴികളിലൂടെയാണെങ്കിലും നമ്മളെ നിലനിർത്തുന്നത് എന്താണ്? പരിശുദ്ധാത്മാവാകുന്ന ലഹരിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പത്രോസ്ലീഹ പറഞ്ഞ കാര്യം, പഴയ നിയമത്തിൽ ജോയേൽ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട കാര്യം ഈ കാലഘട്ടത്തിൽ സംഭവിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, സ്പിരിറ്റ് നമ്മൾ എന്ന വാക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, കടയിൽ നിന്ന് വാങ്ങുന്ന മദ്യത്തിനും സ്പിരിറ്റ് എന്ന വാക്കാണ്, ഹോളി സ്പിരിറ്റിനും സ്പിരിറ്റ് എന്ന വാക്കാണ്, അല്ലേ? കുറേ അധികം സാമ്യങ്ങൾ ഇത് തമ്മിലുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പം കടയിൽ നിന്ന് വാങ്ങുന്ന സ്പിരിറ്റ് കുടിക്കുന്ന ഒരു വ്യക്തി കണ്ടിട്ടില്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് അത്? കുടിക്കുന്ന വ്യക്തിക്ക് ചില മാറ്റങ്ങൾ അത് കുടിച്ചു കഴിയുമ്പോൾ സംഭവിക്കും. ശാരീരിക മാറ്റങ്ങൾ. എന്താണ്? കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ പ്രത്യേക ഉന്മാദ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ?
ഒരിക്കലും മൂളിപ്പാട്ട് പോലും പാടാത്ത ആളുകളൊക്കെ ചിലപ്പോൾ അല്പമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ പാട്ടൊക്കെ പാടാൻ തുടങ്ങും. സംഗീതത്തോടൊക്കെ എന്താ താല്പര്യം? പാട്ടൊക്കെ പാടാൻ തുടങ്ങും. അവർ പ്രത്യേക ഒരു ആനന്ദ ലബ്ധിയിലേക്ക് അവരെത്തുകയാണ്. ചിലർക്ക് പാട്ടൊന്നും ഇഷ്ടമില്ലാത്തവരാണ്, ദേഷ്യപ്പെടുന്നു, അരിശപ്പെടുന്നു, തട്ടിമറിക്കുന്നു. അങ്ങനെ അവർ വേറെ ചില വികാരങ്ങളിലേക്ക് കടന്നു പോകും. എന്നാൽ പൊതുവേ എന്ത് സംഭവിക്കും? ഈ മദ്യപിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന മദ്യമൊക്കെ കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ശരീരത്തിലൊക്കെ ഒരു മാറ്റം സംഭവിക്കും. ഞാനും പറയാൻ പോകുന്നൊരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റിനെയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതേ കാര്യം സംഭവിക്കും. എന്താണ്? അവരുടെ ശരീരത്തിലും പ്രകടമായ ചില മാറ്റങ്ങൾ വരും. ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ കൃപ സ്വീകരിച്ചൊരു ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ എന്തൊരു ഉണർവ്, ഉന്മേഷമാണ് അല്ലേ? പ്രത്യേകിച്ച് പാട്ട് പാടാൻ തുടങ്ങും. കണ്ടിട്ടില്ലേ? പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പാട്ട്, പരിശുദ്ധാത്മാവ് നിറയാൻ, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമേ എന്നൊക്കെ പറഞ്ഞ് ശരീരത്തിൽ തന്നെ ഒരു ഉന്മാദ അവസ്ഥ വന്ന് നിറയാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ചില കാര്യങ്ങൾ പ്രകടമായ തരത്തിലുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായൊരു കാര്യം മറക്കരുത്. അതായത് രണ്ടും തമ്മിൽ രണ്ട് തരത്തിലുള്ള മേഖലകൾ തുറക്കപ്പെടും. കടയിൽ നിന്ന് വാങ്ങുന്ന സ്പിരിറ്റ് വാങ്ങുന്ന വ്യക്തിക്ക് എന്തു പറ്റും? അവൻ 1 മണിക്കൂർ കുടിച്ചു കഴിഞ്ഞ് മുഴുവൻ നഷ്ടവും അവൻ്റെ ജീവിതത്തിലെ തകർച്ചകളുമായിട്ട് പിന്നെ അവൻ്റെ ജീവിതം വഴിതെറ്റിപ്പോവുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവാവുന്ന ലഹരി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പിന്നെ അടിക്കടി ഉയർച്ച, ദൈവ അഭിഷേകത്തിൽ അവർ വളരുകയാണ്. യോഹന്നാനെക്കുറിച്ച്, സ്നാപക യോഹന്നാനെക്കുറിച്ച് ലൂക്കാ സുവിശേഷത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ച് ശ്രദ്ധിച്ചാലോ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം. സ്നാപക യോഹന്നാനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. കേട്ടോ? വീഞ്ഞോ ലഹരി പാനീയങ്ങളോ, കടയിൽ നിന്ന് വാങ്ങുന്ന മദ്യം വേണ്ട, ആ ലഹരി എനിക്ക് വേണ്ട. ഇതേതാ? ഇത് പരിശുദ്ധാത്മാവിനാൽ അവൻ കുഞ്ഞിലേ തന്നെ നിറയും. നമ്മളത് തിരിച്ചറിയുന്നുണ്ടല്ലോ. എപ്പോഴാണ്? ലൂക്കാസ് വിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്നു. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 41-ാം തിരുവചനം. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഉണ്ടല്ലോ ഈ പറഞ്ഞ ഈ ലോക്കൽ മദ്യം, അതായത് കടയിൽ നിന്ന് വാങ്ങുന്ന മദ്യം, അതായത് ലഹരിയായിട്ട് ഈ ലോകം ഉപയോഗിക്കുന്ന മദ്യം പിന്നെ വേണ്ട. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് ഈ ലോകം വെച്ചു നീട്ടുന്ന മദ്യമെല്ലാം അത് വെറും ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കും. അത് അവൻ്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ നിലനിൽപ്പ് നൽകുന്നത് പരിശുദ്ധാത്മാവാകുന്ന ലഹരിയാണ്. ഈ ലഹരിയാണ് നമുക്കാവശ്യം. അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? കടയിൽ നിന്ന് വാങ്ങുന്ന മദ്യമൊക്കെ കുടിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ എന്ന് മാത്രമല്ല, ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് എന്തെല്ലാം ദുരന്തങ്ങൾ കണ്ടിരിക്കുന്നു. മദ്യം വരുത്തി വച്ചിരിക്കുന്ന ദുരന്തങ്ങൾ കണ്ടിട്ടുള്ളവർ നമ്മളിൽ അനേകരല്ലേ? പ്രിയപ്പെട്ടവരെ, ആ ദുരന്തങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണോ? നമുക്കെന്തു വേണം? പരിശുദ്ധാത്മാവാകുന്ന ലഹരിയിൽ നമുക്ക് ആനന്ദിക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ടാണ് പൗലോസ് ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ നമ്മളോട് പറയുന്നു. പൗലോസ് ലീഹ എഫേസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-19. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. ലോകം വെച്ചു നീട്ടുന്ന മദ്യം, ലഹരിക്കകത്ത് ദുരാസക്തിയുണ്ട്, തിന്മയുണ്ട്, പിശാചുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവാകുന്ന ലഹരിയിൽ നമ്മൾക്ക് പൂരിതരാകാം. എന്നിട്ട് പൗലോസ് ശ്ലീഹ പറയുകയാണ് 19-ാം വചനം, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും
പരസ്പരം സംഭാഷണം ചെയ്യുവിൻ, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ദുരാസക്തി നൽകുന്ന മദ്യത്തിൻ്റെ ലഹരിയെ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ജീവിതത്തിൽ വലിയ ആനന്ദം നിറയും. നമ്മുടെ സംഭാഷണങ്ങൾ പോലും അത് കാണാൻ തുടങ്ങും. ജീവിതം മുഴുവൻ മാറാൻ തുടങ്ങും. ഞാൻ ഈ അടുത്ത നാളുകൾ കേട്ട ഒരു സാക്ഷ്യം, ഒരു ചെറുപ്പക്കാരൻ, ഇവൻ ടാക്സി ഡ്രൈവറായി കൊച്ചു കേരളത്തിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ ജീവിതം മുഴുവൻ തകർന്നടിഞ്ഞ ഒരു ജീവിതമാണ്. മദ്യപാനി, കല്യാണം കഴിച്ച് ഇവന് 2 കുട്ടികളുണ്ട്. ഇവൻ്റെ ഭാര്യ ഒരിക്കൽ പോലും ഇവൻ 2 കാലിൽ വീട്ടിൽ കയറി വരുന്ന കണ്ടിട്ടില്ല. കാരണം എല്ലാ ദിവസവും കുടിച്ച് ഉന്മത്തനായിട്ട് വീട്ടിലെത്തും, എപ്പോഴും ദുർഗന്ധം. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഇവൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഇവനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുചെന്നു. ആ ധ്യാന കേന്ദ്രത്തിൽ അവൻ കുറച്ച് ദിവസം താമസിച്ചു. ധ്യാനം കൂടി. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിനിടയ്ക്ക് പരിശുദ്ധാത്മാവിനെ ഏറ്റെടുത്തു. ഇക്കാലം അത്രയും ലോകം വെച്ച് നീട്ടിയ സ്പിരിറ്റ് ലഹരി കുടിച്ച് ജീവിതം നശിപ്പിച്ചിരുന്ന അവൻ ഇപ്പോൾ എന്തായി? പരിശുദ്ധാത്മാവാവുന്ന ലഹരി സ്വീകരിച്ചു. അവൻ്റെ വീട്ടിലേക്ക് 2 കാലിൽ അവൻ കയറി ചെന്നു. അവൻ്റെ ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്ക് അത്ഭുതം. കാരണം ഇതെങ്ങനെ സംഭവിക്കുന്നു? അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി എനിക്ക് ലോകം വെച്ച് നീട്ടുന്ന മദ്യം വേണ്ട. പ്രിയപ്പെട്ടവർ, ഈ ടാക്സി ഡ്രൈവർ, അവൻ്റെ വണ്ടിയിൽ വിദേശത്തുനിന്ന് പോലും പലരും വന്ന് കേരളത്തിലുള്ള പല റിസോർട്ടുകളിലും താമസിക്കാനൊക്കെ ഇവൻ കൂട്ടത്തിൽ പോകും. കാരണം ഇവൻ ടാക്സി ഡ്രൈവറാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നല്ല മുന്തിയ തരം വീഞ്ഞുകളോ ലഹരി പാനീയങ്ങളോ ഇവൻ്റെ മുമ്പിൽ ഈ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇവൻ പറയും, എനിക്കിത് വേണ്ട, ഇതിനേക്കാളും വില കൂടിയ ഒരു ലഹരി എൻ്റെ ഉള്ളിലുണ്ട്, പിന്നെ എനിക്കിതെന്തിനാ? ഇതിനേക്കാളും വില കൂടിയ ലഹരിയുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, അതേത് ലഹരിയാ? പ്രിയപ്പെട്ടവരെ, സമയം കിട്ടുമ്പോൾ ആ ലഹരിയെക്കുറിച്ച് പറയും, പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തും. എന്നിട്ട് ബൈബിള് വണ്ടിയിൽ ഇവൻ്റെ വാഹനത്തിൽ എപ്പോഴും കുറച്ച് ബൈബിൾ കരുതിയിട്ടുണ്ട്. ആ ബൈബിൾ കൊടുത്ത് അവർക്കൊരു സമ്മാനമായിട്ട് കൊടുത്തു പറയും, ഇതാണ് ലഹരി, പരിശുദ്ധാത്മാവാകുന്ന ലഹരി. ഇത് കുടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകം വെച്ച് നീട്ടുന്ന മദ്യം വേണ്ട. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടതും ഈ പരിശുദ്ധാത്മാവാകുന്ന ലഹരിയാണ്. എന്നെ കേൾക്കുന്ന ഭാര്യമാരെ, കുടുംബിനികളെ, മക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരോ സഹോദരന്മാരോ അപ്പന്മാരോ മദ്യപാനികളാണെന്ന് കരുതി നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മുമ്പിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാതെ ഇന്നു മുതൽ പരിശുദ്ധാത്മാവാകുന്ന ലഹരി അവരെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മദ്യത്തിന് അടിമകളായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവാകുന്ന ലഹരി നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. ഈ കാലഘട്ടം അതിനുള്ളതാണ്. ഈ കൊറോണയുടെ ദുരിതത്തിനിടയിൽ മദ്യഷാപ്പുകൾ തുറന്നോ തുറന്നില്ലയോ, ഓൺലൈനിൽ കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതല്ല ചർച്ച. മറിച്ച് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാകുന്ന ലഹരിയിൽ നിറയുക. അത് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 17-18 വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിൽ നമുക്ക് നിറയാം. ആമേൻ.